കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രെഡിലെ ക്രിയേറ്റാണ് പഠിച്ചത്. ക്രിയേറ്റ് നമ്മൾ എന്ത് ചെയ്തു, ലാറവൽ വഴി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളിവിടെ പഠിച്ചു അല്ലേ. നമ്മൾ കുറേ വെച്ചിട്ട് ആദ്യം മാനുവലി നമ്മൾ MySQL ക്രിയേറ്റ് ആവുന്നുണ്ടോ നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലാറവലിലൂടെ 2-3 മെത്തേഡുകളൊക്കെ നോക്കി. അതിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, തൽക്കാലം നമുക്ക് ഈ മെത്തേഡ് ത്രൂ പോകാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ നമ്മൾ നോക്കിയതുപോലെ ഡാറ്റ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അറേ പാസ് ചെയ്തു വാല്യൂസ്. ഓക്കേ, അങ്ങനെ ഇത് വർക്കൗട്ടായി. നമ്മളിലേക്ക് എന്ത് ചെയ്തു, സ്റ്റുഡൻ്റൊക്കെ ക്രിയേറ്റ് ആയി. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡാറ്റാബേസ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഡാറ്റാബേസ് ഓണാക്കി, MySQL ഓണാക്കി. അതിൽ ഡാറ്റാബേസിൻ്റെ പേര് ലാറവൽ പ്രാക്ടീസ് എന്നാണ്. അതിൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നമ്മൾ കുറച്ച് ഡാറ്റാസുകളൊക്കെ കയറ്റി. ഓക്കെ അല്ലേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഫോം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫോം വെച്ചിട്ട് ഫോം ത്രൂ ഒരു സബ്മിഷൻ ബട്ടണൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അത് മുഖേന ആഡ് ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ സർവർ ലോഡ് ചെയ്യണം. PHP ആർട്ടിസാൻ സെർവർ. ഓക്കെ, ഇതാണ്. ഓക്കെ, വീണ്ടും ഒരു ഡാറ്റയും കൂടെ ഇവിടെ ആഡായി. അതാണ് ഉണ്ടായത്. കാരണം നേരെ ഇതിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു മമ്മൂട്ടി ആഡായി. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കണ്ടോ, മമ്മൂട്ടി ഒരെണ്ണം കൂടി ആഡായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇതൊക്കെ ഒന്ന് കളയാം. ഒക്കെ കളയുന്നു. റൂട്ട് നോക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പോയേക്കാം അല്ലേ. അത് നമ്മൾ ഇന്നലെ ചെയ്ത പ്ലാനാണ്. അതിൽ മോഡൽ ഉണ്ടാക്കണം പറഞ്ഞുണ്ടാക്കി, മൈഗ്രേഷൻ ഫയൽ ഉണ്ടാക്കി, മൈഗ്രേഷൻ ചെയ്തു, പിന്നെ മോഡൽ ഉണ്ടാക്കി, പിന്നെ കൺട്രോളർ ഉണ്ടാക്കി, റൂട്ട് സെറ്റ് ഉണ്ടാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യൂ ഫയൽസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോമൊക്കെ ഉണ്ടാക്കണമല്ലോ. ഫോമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ വ്യൂയിലൂടെയാണല്ലോ. അതിനൊരു ബ്ലേഡ് ഫയൽ വേണം. അതിൽ നമ്മൾ HTML കോഡ് എഴുതുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മളിവിടെ DD1 അടിക്കുമ്പോൾ DD1 എന്ന് പറഞ്ഞത് ക്രിയേറ്റിൻ്റെ ഉള്ളിൽ, ക്രിയേറ്റ് എവിടെ കിടക്കുന്നു, വെബിൽ നമ്മുടെ പ്ലെയിൻ URL ലോഡ് ചെയ്യുന്ന സമയത്ത്, ഹോം URL ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് ക്രിയേറ്റിക്കാണ് വരുന്നത്. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി നോക്കാം, ക്രിയേറ്റിക്ക് പോയി നോക്കുമ്പോൾ അതിൽ DD1 ആണ്. നമുക്കത് വരുന്നുണ്ടോ നോക്കാം. DD1 വരുന്നുണ്ട്, വർക്കാണ്. ഇനി ഞാനിവിടെ കുറച്ച് എഡിറ്റ് വരുത്താം. ഇത് പ്ലെയിൻ URL ആയതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റിൻ്റെ പകരം ഞാനത് ഇതൊരു ഹോം URL ആണല്ലോ. അപ്പോൾ ഹോം എന്ന് കൊടുക്കുന്നു. ആ ഹോം ഇവിടുത്തെ ക്രിയേറ്റ് മാറ്റിയിട്ട് ഇതും ഹോം ആക്കുന്നു. ഇത് ഹോമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നോക്കാം, ജസ്റ്റ് നോക്കാമല്ലോ. ഹോമാണ്, യെസ്. ഇനി ഒരു ബ്ലേഡ് ഉണ്ടാക്കാം കേട്ടോ. നമ്മളെങ്ങനെ ബ്ലേഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്, നമ്മൾ ആദ്യം റിട്ടേൺ ചെയ്യും. റിട്ടേൺ അതൊരു വ്യൂ ഫയലാണ്. ആ വ്യൂ ഫയൽ കിടക്കുന്നത്, അതിൻ്റെ പേരും ഹോം തന്നെ കൊടുക്കണം. ഹോം പേജ് എന്ന് കൊടുക്കാം. ഹോം പേജ് കൊടുത്തു. ഇനി നമുക്കൊരു ഹോം പേജ് ഇവിടെ ഉണ്ടാക്കണം. ഹോം പേജ് എവിടെ ഉണ്ടാക്കുക, വ്യൂ എവിടെ കിടക്കുന്നത്, വ്യൂ കിടക്കുന്നത് റിസോഴ്സിൽ വ്യൂസിൽ ആണ് വ്യൂ കിടക്കുന്നത്. ഇതിൽ ഒരുപാട് പേജ് ഉണ്ട്. ഇതൊക്കെ കളയാതെയും അല്ലേ. ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ റിസോഴ്സിൻ്റെ ഉള്ളിൽ, വ്യൂവിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ഹോം പേജ് ബ്ലേഡ് PHP കൊടുത്തു. എൻ്റർ അടിക്കുന്നു. ഹലോ എന്നടിക്കുന്നു. അടിക്കുമ്പോൾ ഹലോ ബ്ലേഡായിട്ട് വന്നു. ഇപ്പോൾ DD പോയപ്പോൾ DD വരുന്നത് വേറെ രീതിയിലാണ് അല്ലേ, ബ്ലാക്ക് ഇൻ്റർഫേസിലാണ്. ഇത് സാധാ HTML നമ്മൾ വെറും പ്ലെയിൻ ഹലോ അടിച്ച് എങ്ങനെ ഉണ്ടാവും അതേപോലെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ HTML ഫയൽ കയറ്റാം. HTML എന്നടിച്ചാൽ HTML5 എന്നടിച്ചാൽ HTMLൻ്റെ ബേസിക് പേജിൻ്റെ കാര്യങ്ങളൊക്കെ ലോഡാവും. ഇവിടെ നമ്മൾ ബോഡീൻ്റെ ഉള്ളിലാണല്ലോ ഇത്, അറിയാലോ അല്ലേ. HTML ഒക്കെ അറിയാലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബൂട്ട് സ്ട്രാപ്പിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് ഒക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു വീഡിയോ കാണുക. ബൂട്ട് സ്ട്രാപ്പ് വെരി സിമ്പിളാണ് ചെയ്യാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയിട്ട് ബൂട്ട് സ്ട്രാപ്പ് 5 പഠിക്കുന്നു. ബൂട്ട് സ്ട്രാപ്പ് 5 വരുന്നു. ഇതിലെങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഈ 2 CDN കൊണ്ടുപോയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഇടണം അല്ലേ, നമ്മളെ പേജിൽ ഇടണം അല്ലേ. അപ്പോൾ അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടൊരു പേജാണിത്. ഒരു ഡെമ്മി പേജ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും. അത് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം, ഹോം പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് എന്നൊക്കെ വന്നു. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു പേജിൻ്റെ സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ബൂട്ട് സ്ട്രാപ്പൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ CDN ലോഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ആണോ JS ആണോ എന്നുള്ളതൊക്കെ അവരവരുടെ പേജിൽ പോയിട്ട് എടുത്തിട്ട് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് റെഡിയാണ്.
ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു നാവിഗേഷൻ ബാർ കൊടുക്കാം. നാവിഗേഷൻ തന്നെയാണോ? നാവ് ബാറാണ്. നാവ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഇതാണ് നമ്മുടെ നാവ് ബാർ അല്ലേ. നാവ് ബാർ റെഡി. ഓക്കെ, ഈ ഒരു മോഡൽ മതി. നമുക്കിത് എന്ത് ചെയ്യാം, അതിൻ്റെ കോഡ് കോപ്പി ചെയ്യുന്നു. തീർച്ചയായും ഭയങ്കര രസമാണ്. നമുക്ക് കോഡുകളും സ്ട്രക്ചറുകളും അതിൻ്റെ സൈറ്റിൽ നിന്ന് കിട്ടും. നമ്മളിവിടെ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കുറച്ച് ബേസിക് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്കൊരു CSS എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ചെയ്തേണ്ട ആവശ്യമില്ല. അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം അങ്ങനെ വിളിച്ചാൽ മതി. അത് ഏതാ ക്ലാസ് എന്നുള്ളതൊക്കെ അതിൻ്റെ സൈഡിൽ കിട്ടും. നവബാറിന് എന്താ വിളിക്കേണ്ടത്, ബട്ടൺ എന്താ വിളിക്കേണ്ടതെന്നൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ലോഡ് ചെയ്ത് നോക്കാം. അയ്യവ, കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇപ്പോൾ ഇതൊന്നും ആവശ്യമില്ലല്ലോ, അതൊക്കെ കളയാം. സെർച്ചിൻ്റെ ഫോം വേണ്ട, പിന്നെ അത് പോയി. പിന്നെ ഈ 2 ലിങ്ക് മതി, ഇതൊന്നും വേണ്ട. ഓക്കെ, 2 ലിങ്ക് മതി അല്ലേ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ നാവ് ബാറിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, ക്രിയേറ്റ് എന്ന് കൊടുത്തു. ഇത് ലിങ്കും തൽക്കാലം വേണ്ട, അത് കണക്കട്ടെ. ഒരൊറ്റ ലിങ്ക് മതി നമുക്ക്. ഒറ്റ ലിങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്ന് കാണുന്നു. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഈ നാവ് ബാർ എന്ത് ചെയ്യാം, നാവ് ബാർ എന്ന് എഴുതി കൊടുത്ത് നമുക്ക് ലാറാവൽ പ്രാക്ടീസ് എന്ന് കൊടുക്കാം. അതല്ല നമ്മളെ പേര്, നമ്മുടെ സൈറ്റിൻ്റെ പേര് അതാണല്ലോ, ലാറാവൽ പ്രാക്ടീസ്. ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു. ബട്ടണല്ല, ഒരു നാവ് ബാർ കൊടുത്തു. ഇനി ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നോക്കുമ്പോൾ, ഇതിപ്പോൾ ഹോം പേജ് ആണല്ലോ. ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നോക്കുമ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ പേജിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റൗട്ട് ആദ്യം ഉണ്ടാക്കണം അല്ലേ. കോപ്പി എടുക്കുന്നു, ഇവിടെ /ക്രിയേറ്റ് വരണം. അതാണ് ലിങ്ക്. ക്രിയേറ്റ് എന്ന് വരണം. ഇതിലേക്ക് പോകണം. ക്രിയേറ്റ് എന്ന് മാത്രമാക്കണ്ട, ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്നുണ്ടാകാം. നമ്മുടെ മെത്തേഡിൻ്റെ പേര് ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്നാക്കാം. ഓക്കെ, ഇനി നമ്മളിത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ക്രിയേറ്റൊക്കെ പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എവിടെയാണ്, ബ്ലേഡിലാണല്ലോ അതുള്ളത്. ഇതാണ് ആ ക്രിയേറ്റ്. ഈ ക്രിയേറ്റ് കാണുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇവിടെ hrefൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളെ റൂട്ടിന് ഒരു പേര് വേണം. നമ്മളെ റൗട്ടിന് ഒരു പേര് കൊടുക്കണം. ആ റൗട്ടിന് ഞാൻ കൊടുക്കുന്ന പേര് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പേജ് റൗട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ആരോ നെയിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എങ്ങനെയും കൊടുക്കാം കേട്ടോ. അത് എന്ത് കൊടുത്തോ അതവിടെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് രീതിയിലും കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്, സ്റ്റുഡൻറ്റ്.ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. അത് കോപ്പി ചെയ്യുന്നു. അത് ഞാനിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടാൽ വർക്കാവില്ല. നമ്മൾ ഇങ്ങനെ ഡ്യുവൽ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം റൗട്ട് എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതണം. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിടുമ്പോൾ തന്നെ അവിടെ സജഷനിൽ വരും. ഓക്കെ, ഇപ്പോൾ ആ റൂട്ട് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ്.ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ എറർ വന്നേക്കാണ്. നമ്മൾ റൗട്ട് ഉണ്ടാക്കി, പക്ഷേ എന്തുണ്ടാക്കിയിട്ടില്ല, സിൻടാക്സ് എററാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ സെമി കൊണ്ടിട്ടില്ല. റീഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ താഴത്ത് നോക്കൂട്ടോ. ഇവിടെ ഇങ്ങനെ ലോഡ് ആവുന്നൊരു സാധനം നോക്കൂട്ടോ. നമ്മൾ ജസ്റ്റ് പോയി അവിടേക്ക് ഹോവർ ചെയ്യുമ്പോൾ തന്നെ അടിയിൽ വരും /ക്രിയേറ്റൊക്കെയാണ് പോകേണ്ടത് അവിടെ വന്നാണ്ടോ. കാരണം നമ്മളത് ഇവിടെ കൊടുത്തോണ്ടാണ്, നമ്മളിവിടെ ഒരു റൗട്ട് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ കൊടുത്തോണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. കാരണം ഈ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എറർ വരും. ജസ്റ്റ് നിൽക്കി നോക്കാം, കണ്ടോ എറർ വന്നു. സംഭവം ക്രിയേറ്റൊക്കെ പോയി, പക്ഷേ ഇവിടെ ഒരു എറർ വന്നു. ഇന്നൊരു കൺട്രോളറിൽ ഈ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഇന്ന കൺട്രോളറിൽ ഇത് ഉണ്ടാവുമെന്നാണ് നമ്മൾ പറഞ്ഞത്, അതില്ല എന്ന് പറയേണ്ടവർ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാം. സ്റ്റുഡൻറ്റ് കൺട്രോൾ പോകുന്നു, പബ്ലിക് ഫങ്ഷൻ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അത് റെഡി. ഇനി റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു കൺട്രോളർ വന്നു, പക്ഷേ അതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വന്നില്ല. ഇനി നമുക്ക് അവിടെ ഒരു റിട്ടേൺ വ്യൂ കൊടുക്കാം. റിട്ടേൺ വ്യൂ ഹോം പേജ് അല്ല, എന്താണ് ക്രിയേറ്റ് പേജ് ഉണ്ടാക്കാം. ഇവിടെ പോയിട്ട് ക്രിയേറ്റ് പേജ് ഉണ്ടാക്കുന്ന വ്യൂവിൽ പോയിട്ട് ക്രിയേറ്റ് -page.blade.php ക്രിയേറ്റ് പേജ് റെഡി. റീഫ്രഷ് അതോ ക്രിയേറ്റ് പേജ് റെഡി എന്ന് പറഞ്ഞ പേജിലേക്ക് പോയി. ഫസ്റ്റ് തൊട്ട് നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ഹോം പേജ് പോകുന്നു. ഹോം പേജിൽ നമ്മൾ എന്ത് ചെയ്തു, ഹോമിന് വിളിച്ചു. ഇവിടെ ഹോമിന് വിളിച്ചു, റിട്ടേൺ ഹോം പേജാന്ന് പറഞ്ഞു. ഹോം പേജിൽ പോയപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നാവ് ബാറും
ലാബാറും എന്ത് കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പും എല്ലാ പരിപാടിയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. ഇനി ക്രിയേറ്റ് പോയപ്പോൾ ക്രിയേറ്റ് പേജിലേക്ക് വന്നു, പക്ഷേ അവിടെ നാവാറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിങ്ങനെ ഹോം പേജിൽ എന്ത് കൊടുത്തോ അതാണ് കോപ്പി എടുക്കുക, ക്രിയേറ്റ് പേജിൽ പോയിട്ട് അതിനെ കൊണ്ടുപോയിടുക. എന്നിട്ട് ഹോം പേജാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചുകൊണ്ട് കൊടുത്തു, എന്ത് ഹോം പേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ സെയിം സാധനം തന്നെ ക്രിയേറ്റ് പേജാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് പേജ് കൊടുത്തു. കണ്ടോ, അപ്പോൾ ക്രിയേറ്റ് പേജ് നമ്മൾ ലോഡ് ചെയ്തു, ക്രിയേറ്റ് വന്നു, ക്രിയേറ്റ് പേജിലാണ്, അതുകൊണ്ട് ക്രിയേറ്റ് വന്നു. ഇവിടെ പോയിട്ട് ഹോം എന്ന് കൊടുക്കുമ്പോൾ ഹോം പേജ് എന്ന് വന്നു അല്ലേ. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു 10 URL ഉണ്ടെന്ന് വിചാരിക്കും, ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കുറേ സാധനങ്ങളോട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും ഇപ്പോൾ ഇതിങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടി വരും ഈ ബൂട്ട് സ്ട്രാപ്പ്. എന്നിട്ട് അതിലിപ്പോൾ ഒരു നാവ്ബാറിൻ്റെ എന്തെങ്കിലും ഒരു എഡിറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ പേജിലും പോയിട്ട് എഡിറ്റ് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ലാറവൽ പ്രാക്ടീസ് എന്ന് മാറ്റി ഞാൻ ലാറവൽ എന്ന് കൊടുത്തു മേലെ. അപ്പോൾ ഇവിടെ ലാറവൽ പ്രാക്ടീസ് തന്നെ കിടക്കുന്നത്, കാരണം ഞാൻ മാറ്റിയത് ക്രിയേറ്റ് പേജിലാണ്. ഒരു ക്രിയേറ്റ് പേജ് നിൽക്കുമ്പോൾ ലാറവൽ എന്ന് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എഡിറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പോയി മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡീഫോൾട്ടായിട്ട് നിൽക്കുന്ന സാധനങ്ങളുണ്ടാവും, എല്ലാ പേജിലും ലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ. അതെന്താ ചെയ്യുക, അത് മാത്രം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അത് ഇവിടെ തന്നെയാണ്, വേറെ സ്ഥലം എന്ന് പറഞ്ഞാൽ വ്യൂവിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു ഫോൾഡർ ഉണ്ടാക്കും. പാർഷ്യൽന്നോ ലേഔട്ടെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുണ്ടാക്കാം, മനസ്സിലായാൽ മതി. ഞാൻ പാർഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം, പാർഷ്യൽസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഹെഡർ ഉണ്ടാക്കി, ഹെഡർ ഡോട്ട് ബ്ലേഡ് ഡോട്ട് PHP. അതേപോലെ തന്നെ ഫൂട്ടർ ഡോട്ട് ബ്ലേഡ് ഡോട്ട് PHP, എന്നിട്ട് ക്രിയേറ്റ് എടുത്തു. അതിൻ്റെ ഹെഡർ, അതായത് ഹെഡർ മീൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്, ഒരേപോലെ നമുക്ക് എല്ലായിടത്തും വേണ്ട എന്തൊക്കെ. എനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ സാധനം വേണം, ഇത്രയും വേണം, അതിന് ശേഷം നാവ്ബാറും വേണം, അതൊക്കെ എല്ലാത്തിലും വരുന്നല്ലേ, നാവ്ബാർ വേണം. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് നമുക്ക് ഡിഫറൻ്റ് ആവും. അപ്പോൾ ഇത്രയും ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഇത്രയും എൻ്റെ ഹെഡറാണ്. ഓക്കെ, ഇനി താഴത്ത് വരുന്നത് ഇവിടെ നിന്ന് തൊട്ട് എല്ലാം എനിക്ക് എല്ലാത്തിലും വേണം. ഇത്രയും എൻ്റെ ഫൂട്ടറാണ്. അപ്പോൾ ഹെഡറിൽ വേണ്ടത് ഹെഡറിലും ഫൂട്ടറിൽ വേണ്ടത് ഫൂട്ടറിലും ഞാൻ കൊണ്ടേ ഇട്ടു. ഇനി അത് ഇവിടെ വിളിക്കണം, അതായത് ഫസ്റ്റ് ഇവിടെ ഹെഡർ വരണമെന്നും അതിന് ശേഷം ഫൂട്ടർ വരണമെന്നും വിളിക്കണം. അതിന് @include എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പാത്ത് എഴുതി കൊടുത്താൽ മതി. ബ്രാക്കറ്റിൽ പാത്ത് എന്താണ്, ലേഔട്ടിൽ പാർഷ്യൽ ഹെഡർ ഇവിടെ, അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്ത് പാർഷ്യൽ ഫൂട്ടർ ഇവിടെ, ഇങ്ങനെ കൊടുത്തു. ഒരു മിനിറ്റ്, ഇനി ഇങ്ങനെ കൊടുക്കാതെ, ഇതൊന്നും കൊടുത്തില്ല ഞാൻ, ഇത് കൊടുക്കാതെ ലോഡ് ചെയ്തോട്ടെ. ഫസ്റ്റ് ക്രിയേറ്റ് പേജ്, ഇത് ക്രിയേറ്റ് പേജ് അല്ലേ, ആണ് ക്രിയേറ്റ് പേജ് എന്ന് വന്നു. ബാക്കി കാര്യം ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ തന്നെയാണ് മാറി, കാരണം ബൂട്ട് സ്ട്രാപ്പ് ഇന്ന് പോയി, നോർമൽ ഫോണ്ട് സ്റ്റൈൽ വന്നു, ഇതിലൊന്നുമില്ല, നാവ്ബാറൊക്കെ പോയി. ഇനി എൻ്റെ ഹെഡറും ഫൂട്ടറും ഞാൻ കൊണ്ടുവന്ന് സേവ് ചെയ്തതിന് ശേഷം ഞാൻ അത് ലോഡ് ചെയ്യാണ്. ഹെഡറും ഫൂട്ടറും വന്നു, ബൂട്ട് സ്ട്രാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റിൻ്റെ സാധനങ്ങൾ വന്നു, എല്ലാം റെഡിയായി. ഇനി ഇതേ സാധനം തന്നെ എന്ത് ചെയ്ത് കോപ്പി എടുക്കുന്നു, എവിടെ ചെയ്യുന്നു, ഫൂട്ടർ ഹെഡർ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിൻ്റെ പണി കഴിഞ്ഞു. ഹോം പേജ് കൊണ്ടുവരുന്നു, ഹോം പേജിൽ എല്ലാം കളഞ്ഞിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹോം പേജ് നായി കൊടുത്തു. ഹോം പേജ് എടുക്കുമ്പോൾ എന്ത് ചെയ്തു, നമുക്ക് കാര്യങ്ങൾ വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലാറാവൽ നോക്കുമ്പോൾ ഹോം പേജിലേക്ക് പോകണ പോലെയും ചെയ്യാം അല്ലേ, അങ്ങനെയാണ് സാധാരണ ഉണ്ടാവല്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എവിടെ ഇനി പോകേണ്ടത്, ഇനി ഹോം പേജിൽ പോയാൽ അത് കിട്ടൂല, ക്രിയേറ്റിലും അതില്ല, അത് ഹെഡറിലാണ് കിടക്കുന്നത് അല്ലേ ആ ഭാഗം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നിൽക്കിയിട്ട് ഹെഡർക്ക് പോവാം, അല്ലെങ്കിൽ ഹെഡർ ഫയൽ എടുക്കാം. ഇതിൽ ഹോം പേജ് നിൽക്കുമ്പോൾ നമ്മൾ ഹോമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ റൂട്ട് കോപ്പി ചെയ്യുന്നു. സ്റ്റുഡൻറ്റിൻ്റെ ക്രിയേറ്റ് റൂട്ട് കോപ്പി ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ, ഇതാണ് ഹോം പേജിൻ്റെ കാര്യങ്ങൾ, ഇതാണ് ലാറാവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ href കിടക്കുന്നത്. href പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അതിന് നമ്മൾ നെയിം ഇട്ടിട്ടുണ്ടാവും, ആ റൂട്ടിന് നെയിമില്ല, ഇവിടെ നെയിമില്ലല്ലോ. അപ്പോൾ ആ നെയിം നമ്മളിവിടെ നെയിം ഹോം പേജ് നോക്കാം അല്ലേ. ഹോം പേജ് ഇവിടെ എന്ത് കൊടുത്തോ അതാണ് അവിടെ ലോഡ് ആകുക കേട്ടോ, അവിടെ ലോഡ് ചെയ്യുക കേട്ടോ. ഹെഡർ പോയിട്ട് ഹോം പേജ് നോക്കും, റിഫ്രഷ് ചെയ്യുന്നു, ഹോം പേജ് ലോഡായി. ഇവിടെ അങ്ങനെ URL ശ്രദ്ധിക്കൂട്ടോ നിങ്ങൾ, URL-ലും ഇവിടെ ഇതും ശ്രദ്ധിക്കൂ. ഞാൻ ക്രിയേറ്റ് നിൽക്കാൻ പോകുന്നത്, ക്രിയേറ്റ് നിൽക്കി, ഇവിടെ ക്രിയേറ്റായി, ഇവിടെ ക്രിയേറ്റ് ഫയലായി. ഇനി ഞാൻ വീണ്ടും ലാറാവൽ നിൽക്കുകയാണ്, ലാറാവൽ നിൽക്കുന്നു, ഹോമിലേക്ക് പോയി ഹോം പേജ് ആയി. കണ്ടോ റൂട്ട് ഇങ്ങനെ മാറുന്നുണ്ടോ. ഓക്കെ, ഹെഡറും ഫൂട്ടറും എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒറ്റ ഫയൽ നമ്മൾ വിളിച്ചേക്കുകയാണ്. ഇനി ഇവിടെ എത്ര ഉണ്ടാക്കണമെന്നെങ്കിലും ഒരൊറ്റ ഫയലിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി, എല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം പേജ് ഉണ്ടാക്കി, അതവിടെ കിടക്കട്ടെ. ഇനി ക്രിയേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ പണി. ക്രിയേറ്റിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഫോം ഉണ്ടാക്കിയിട്ട് ആ ഫോം വഴി നമ്മൾ ഇനി നമ്മുടെ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ബാച്ച് എടുക്കുക. ക്രിയേറ്റിൻ്റെ റൂട്ട് ഞാൻ എടുത്തു. ഇനി ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യട്ടെ ആദ്യം. ഓക്കെ, സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് അത് മാത്രം മതി. സ്റ്റുഡൻറ്റ് കൺട്രോളർ എടുത്തു, ക്രിയേറ്റ് ബാച്ച് എടുത്തു. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് H1 അവിടെ കടന്നോട്ടെ, അല്ലെങ്കിൽ അത് H3 ആക്കിയിട്ട് ഞാൻ പറയാണ് സ്റ്റുഡൻറ്റ് ഫോം അല്ലേ, സ്റ്റുഡൻറ്റ് ഫോം എന്നിവിടെ ഞാൻ കൊടുത്തു. അതിവിടെ അങ്ങനെ വന്നു. ഇതൊരു സൈഡിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കിത് ഇങ്ങനെ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് കണ്ടെയ്നർ എന്ന് കൊടുക്കണം. ക്ലാസ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, VS Code ഇങ്ങനെ ഡോട്ട് ഇട്ടതിന് ശേഷം കണ്ടെയ്നർ എന്നടിച്ച് എൻ്റർ അടിച്ചാൽ അതിങ്ങനെ വരും. അതിനുള്ളിൽ ഒരു റോയും കൂടെ കൊടുക്കാം, അങ്ങനെ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്തു, H2ൻ്റെ H3 പാസ് ചെയ്തു. അപ്പോൾ അതൊന്ന് ഉള്ളിൽ കയറി വന്നു. ഓക്കെ, ഇനി അത് കുറച്ചും കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് മാർജിൻ കൊടുക്കാം. അതിനെന്ത് കൊടുക്കാം, ക്ലാസ് മാർജിൻ ടോപ്പ് 4 താങ്ങും. യെസ്, ഇത് മതി. ഇനി നമ്മൾ ഫോം ചെയ്യണം. ഫോം എവിടെ നിന്ന് കിട്ടും, ബൂട്ട് സ്ട്രാപ്പിൽ നിന്ന് കിട്ടും. ബൂട്ട് സ്ട്രാപ്പിൽ നമ്മൾ ഫോം എന്ന് അടിച്ചാൽ മതി. ബൂട്ട് സ്ട്രാപ്പിലത്തെ ഫോമിൻ്റെ ക്ലാസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഫോം കൺട്രോളർ പഠിച്ചു വെച്ചാൽ നമുക്ക് തന്നെ ഫോം ഇവിടെ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി പോകാം. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു തരാണ് എങ്ങനെ കിട്ടും എന്നുള്ളത്. ഇനി നമ്മൾ എന്തായാലും ഒക്കെ നമ്മൾ ഇവിടെ തന്നെ അടിച്ചുണ്ടാക്കുകയാണ് ചെയ്യുക. ആ ഫോമിൻ്റെ കോഡ് നമ്മൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്യാം. യെസ്, ഫോം റെഡി. ഫോം റെഡിയാണ്. ഇനി നമുക്ക് വേണ്ട ഫീൽഡുകൾ ഫോമിൽ കൊടുക്കാം അല്ലേ. നമ്മൾ ഫീൽഡുകൾ എന്തൊക്കെയാണ്, നെയിം, STD, ഫോണ്, പ്ലേസ്. ഇതിലാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങനെ വരും. ക്ലാസ് വേണം, ID വേണ്ട, ഇത് വേണ്ട. ഓക്കെ, ഞാൻ ഒറ്റ ഫീൽഡ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, ഒറ്റ ഫീൽഡ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാം. നെയിം, ടൈപ്പ് എന്താണ്, ടൈപ്പ് ടെക്സ്റ്റിലാണ് നെയിം വരേണ്ടത് അല്ലേ. ഇതൊക്കെ ബേസിക് HTML കേട്ടോ. നമ്മളിവിടെ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കണം. നെയിമാണ്. നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനമാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്യട്ടെ. നെയിം കൊടുത്തു, നെയിമിൻ്റെ ഫീൽഡ് കൊടുത്തു, റീഫ്രഷ് ചെയ്ത് നോക്കാം. നെയിം വന്നു, ഒരു ഇൻപുട്ട് ബോക്സ് വന്നു. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഈ സാധനമാണ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ, ഹൈഡ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം. പിന്നെ നെയിം കൊടുത്തു. ഇനി അടുത്ത് എന്താണ്, അടുത്ത് വേണ്ടത് സ്റ്റാൻഡേർഡാണ്. STD തന്നെ കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്തു, STD കൊടുത്തു. ഇനി നെക്സ്റ്റ് ഫോണ്, പ്ലേസ്. ഫോണ് നമ്പറാക്കാം, അതിൻ്റെ പേര് ഫോൺ തന്നെയാണ്. ഇനി അടുത്തത് പ്ലേസ്, അത് നെയിം പ്ലേസ് എന്നാണ്. ഇത് ടെക്സ്റ്റാണ്. ബട്ടൺ വേണം, സബ്മിറ്റ് ചെയ്യാനൊരു ബട്ടൺ വേണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. നെയിം, STD, ഫോണ്, പ്ലേസ്. സബ്മിറ്റ് എന്നുള്ളതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ്റ്, ഈ ബട്ടൺ നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് ആഡ് ആവണമെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. ഇത് നമ്മളൊരു ഫോമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോമിന് നമ്മൾ ഫീൽഡുകൾ കൊടുത്തു, ഒരു ബട്ടൺ കൊടുത്തു. ഇനി ഈ ഫോം നിൽക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, അതായത് ഈ ബട്ടൺ നിൽക്കുമ്പോൾ എങ്ങോട്ട് സബ്മിറ്റ് ആവണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വെബിൽ പോവുക, ഒരു റൗട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഒരു റൗട്ട് ഞാൻ ഇങ്ങനെ എടുത്തുന്നു. ക്രിയേറ്റിന് പകരം ഞാൻ സ്റ്റോർ എന്ന് കൊടുക്കാം. സ്റ്റോർ, അതായത് സ്റ്റുഡൻറ്റിന് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോർ എന്ന് കൊടുത്തു. ഇവിടെ ക്രിയേറ്റ് സ്റ്റുഡൻറ്റിന് പകരം സ്റ്റോർ സ്റ്റുഡൻറ്റ് കൊടുക്കാം. സ്റ്റോർ സ്റ്റുഡൻറ്റ് കൊടുത്തു. ഇവിടെ സ്റ്റുഡൻറ്റ് ക്രിയേറ്റിന് പകരം ഇവിടെയും സ്റ്റുഡൻറ്റ് സ്റ്റോർ കൊടുത്തിട്ട് ഈ റൂട്ട് നേരത്തെ പോലെ കോപ്പി ചെയ്യുന്നു. ഇവിടെ പോയിട്ട് ഫോമിൽ പോയിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേണം ഈ റൗട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ എടുത്തിട്ട് ഈ റൂട്ടൊക്കെ പോകുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു. ഇനി നമ്മൾ പോസ്റ്റാണ് ചെയ്യുന്നത്. കാരണം ഇതുവരെ നമ്മൾ ഡാറ്റാസ് ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു, അതിനാണ് ഗെറ്റ് ഉപയോഗിക്കുന്നത്. ഇനി പോസ്റ്റാണ്, അതായത് ഡാറ്റാസ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതായത് യൂസർ അങ്ങോട്ട്, ഇതുവരെ യൂസർ ഇങ്ങോട്ട് ഇങ്ങനെ വലിക്കുകയായിരുന്നു. ഇതുവരെയും നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഹോം പേജ് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് ഡാറ്റ വരണം, ഹോമിൻ്റെ ഡാറ്റ എന്താണെന്നുള്ളത്. ക്രിയേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് ഡാറ്റ വരണം എന്നുള്ളതായിരുന്നു. ഇനി നമ്മൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം യൂസർ ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യണം, അപ്പോൾ അത് അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ പോസ്റ്റ് ഇവിടെ കൊടുത്തു. ആ സെയിം സാധനം ഇവിടെ മെത്തേഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇനി ഡീഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു സബ്മിറ്റ് ടോക്കൺ അല്ലെങ്കിൽ CSRF ടോക്കൺ എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. നമ്മൾ സബ്മിഷൻ ഫോമിൽ എന്ത് ചെയ്യും, സെക്യൂർ ആയിട്ട് അത് വേണം. അതില്ലാതെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എറർ വരും. അപ്പോൾ അതിന് തൽക്കാലം നിങ്ങളത് മനസ്സിലാക്കി വെച്ചോ. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. @CSRF ഇത്ര കൊടുത്താൽ മതി. CSRF ടോക്കണും കൂടെ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം,
ക്രിയേറ്റ് സ്റ്റുഡൻറ്റിന് ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് സ്റ്റോർ എടുക്കാനും എന്ത് വേണം, ഒരു മെത്തേഡ് വേണ്ടേ. അപ്പോൾ സ്റ്റോർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഇവിടെ വിളിക്കുന്നു, ആഡ് ആക്കുന്നു. ജസ്റ്റ് ഇവിടെ DD എന്ന് പറഞ്ഞിട്ട് ഒന്നടിച്ചാൽ മതി. ഇതിലേക്ക് വരുന്നുണ്ടോ നോക്കാനല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ പോസ്റ്റിൽ ഒരു റൗട്ട് ഉണ്ടാക്കി, ആ റൗട്ടിലേക്കാണ് ഡാറ്റ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് പേജിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ റൗട്ട് ഇവിടെ വിളിച്ചു. ഇതിലേക്കാണ് നമ്മൾ റിക്വസ്റ്റ് ഡാറ്റകൾ, ഈ ഡാറ്റകളൊക്കെ ഇതിലേക്കാണ് വരേണ്ടതെന്ന് പറഞ്ഞു. CSR ഫുട്ട് എടുത്തു, സ്റ്റുഡൻറ്റ് കൺട്രോളിൽ പോയിട്ട് അത് വാങ്ങാൻ ഒരു കൺട്രോളർ ഉണ്ടാക്കി. ഇത്രയും റെഡിയാണ് അല്ലേ, ഇത്രയും റെഡിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്തിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഫോം രാജീവ് STD ഫോൺ നമ്പർ പ്ലേസും കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആഡ് സ്റ്റുഡൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കല്ലേ, ആഡ് സ്റ്റുഡൻറ്റ് കൊടുത്ത് 1 വന്നു. അതായത് ഈ ഡാറ്റകൾ മുഴുവനും എടുത്തിട്ട് ഈ റൗട്ടിലേക്ക് വന്നിട്ട് ഈ റൗട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ റൗട്ടിലേക്ക് വന്നു, ഈ റൗട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇതാണ് റൗട്ട്. ഇതിൽ നോക്കുമ്പോൾ ഈ മെത്തേഡിലേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നു. ആ മെത്തേഡ് തുറന്ന് നോക്കുമ്പോൾ DD1 ഉണ്ട്. ഓക്കെ, ഡൺ. കറക്റ്റ് നമുക്ക് എന്ത് ചെയ്തു, റിസൾട്ട് ഇവിടെ 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എന്തൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് അതാണ് അങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കാണണം. അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു കൺട്രോളർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, PHP ആർട്ടിസാൻ മേക്ക് കൺട്രോളർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഡീഫോൾട്ടായിട്ട് വന്ന് നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നീ ഇവിടെ വിളിക്കണം, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിക്കണം. അപ്പോഴേ റിക്വസ്റ്റിൻ്റെ ഡാറ്റ കിട്ടുള്ളൂ. റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കും, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ റിക്വസ്റ്റിൻ്റെ ഉള്ളിൽ ആ ഡാറ്റകൾ മൊത്തം ഉണ്ടാവും. നമുക്ക് നോക്കല്ലേ, റിക്വസ്റ്റ് എടുക്കുന്നു, ഈ DDൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് ആരോ ഓൾ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, വീണ്ടും ഇത് റീഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ടോക്കൺ എന്നത് നമ്മളെ CSRF ടോക്കണാണ്. അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ബാക്കിയുള്ളത് കണ്ടോ, നെയിം, STD, ഫോണ്, പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മൾ കൊടുത്ത് വന്നുണ്ടോ. ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് വന്നത് ഇതൊക്കെ നമ്മൾ കൊടുത്ത് വന്നു. ഇതെന്താണ് ഈ നെയിമും STD ഫോണൊക്കെ എങ്ങനെ, അത് വന്നതാണ് നമ്മൾ കൊടുത്ത ഈ നെയിം, നമ്മൾ കൊടുത്ത ഇത്. ഇപ്പോൾ ഇതിന് പകരം നെയിമിന് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു, നെയിമിന് പകരം ഇവിടെ വെറുതെ ഞാൻ ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് 1 2 3 എന്നാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ നെയിം ഫീൽഡിൽ എന്താ വരിക നോക്കാം നമുക്ക്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഹരി 43 ഫോൺ നമ്പർ പ്ലേസ് അയാളുടെ സ്റ്റുഡൻറ്റ് കൊടുക്കുമ്പോൾ ഹരി എന്ന് വന്നു, പക്ഷേ ടെസ്റ്റ് 1 2 3 വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണോ ഈ സാധനത്തിന് ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുന്നത് അത് ഈ രീതിയിലാവും ഇവിടെ വരിക. എന്നിട്ട് ഇത് വിളിച്ചിട്ട് നമ്മൾ അതിനെ എടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇനി നെയിം തന്നെ കൊടുക്കാം. ഓക്കെ, അതൊക്കെയാണ്. ഇനി കൺട്രോളർ പോയിട്ട് അതിനെ നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യുക, നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ മോഡൽ കൊണ്ടിടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്, സ്റ്റുഡൻറ്റ് കോളൻ ക്രിയേറ്റ് ബ്രാക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു അറേ തുറന്നു. ഇനി ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഏതൊക്കെ ഫീൽഡ് നമുക്ക് വേണ്ടത് നോക്കല്ലേ, സ്റ്റുഡൻറ്റിൻ്റെ ഫീൽഡുകൾ എടുക്കാം. സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഫീൽഡിലേക്ക് എന്താ പോകേണ്ടത്, ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അടുത്ത് ഡാറ്റ ഉണ്ട്, അത് എവിടെയുള്ളത്, റിക്വസ്റ്റിലാണുള്ളത്. അപ്പോൾ റിക്വസ്റ്റ് ആരോ എന്താണ് ആ ഫീൽഡിൻ്റെ പേര്, എന്താ ഫീൽഡിൻ്റെ പേര് നോക്കാം, നെയിം എന്നാണ്. ഇവിടെ എന്ത് കൊടുത്താലും ഇപ്പോൾ ഇതാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലാവും ഡാറ്റ വരിക. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത്, മനസ്സിലായോ, റിക്വസ്റ്റ് ഇതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കാരണം ഈ ഒരു റിക്വസ്റ്റിൻ്റെ പേരിലാണ് അത് ഇങ്ങോട്ട് വന്നത്. പക്ഷേ നമ്മളെ റിക്വസ്റ്റിൻ്റെ പേര് ഇപ്പോൾ എന്തായിരുന്നു, നെയിം ആയിരുന്നു. അപ്പോൾ ആ നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, കോമ STD, അവിടുന്ന് എന്ത് പേരിലാണ് വന്നത്, STDൻ്റെ പേര് തന്നെ വന്നത്, അതിവിടെ കൊടുക്കുക. ഇവിടെ വന്നത് ഒന്നുകിൽ ഇവിടെ നോക്കാം, അല്ലെങ്കിൽ DD അടിച്ചിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടത് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് കൊടുക്കാം ഏത് പേരിലാണ് വന്നത് എന്നുള്ളത്. ഇനി അടുത്ത ഫോണാണ്. അപ്പോൾ ടേബിളിൻ്റെ പേരിൽ ഫോൺ തന്നെയാണ്, നമ്മൾ ഫോൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫോൺ കൊടുത്തു. ഇനി അടുത്തത് എന്താണ്, പ്ലേസ് ആണ്. ടേബിളുള്ളത് എന്താണ്, പ്ലേസ് ആണ്. അപ്പോൾ അതെടുത്തു, ഇവിടെ കൊടുത്തു. ഇതിലുള്ള പേരെന്താണ്, പ്ലേസ് എന്നാണ് വന്നത്. ഓക്കെ, അതെടുത്തു, ഇവിടെ കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തല്ലോ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം, ഇത്രയും ചെയ്തതിന് ശേഷം ഒരു DD അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, DD അടിക്കുമ്പോൾ തൽക്കാലം DD നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇതൊരു വേരിയബിൾക്കാക്കിയിട്ട് അത് എടുക്കാം അല്ലേ. സ്റ്റുഡൻറ്റ് എന്നുള്ള വേരിയബിൾക്കാക്കിയിട്ട് ആ പുതിയ സ്റ്റുഡൻറ്റ് ആരാന്നുള്ളത് നമുക്കിവിടെ കാണാം. സ്റ്റുഡൻറ്റ് മൊത്തം കാണണ്ടല്ലേ, സ്റ്റുഡൻറ്റിൻ്റെ നെയിം മാത്രം കണ്ടാൽ നെയിം. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ആയിട്ട് ഈ സ്റ്റുഡൻറ്റ് ആരാണോ അതിൻ്റെ നെയിം ഇവിടെ കൊണ്ടുവന്ന് DD ആവും. അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് വായിച്ച് ഫസ്റ്റ് എടുത്ത് തുടങ്ങാം.
ഇപ്പോൾ ഇതിലെന്താ ഉള്ളത്? ഇപ്പോൾ ഇവിടെ ഉള്ളത് 7-ാം നമ്പർ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ജയസൂര്യ 32 ഫോണ് പ്ലേസ് മലപ്പുറം എന്ന് കൊടുത്തു, ആഡ് സ്റ്റുഡൻറ്റ് കൊടുക്കുന്നു, ജയസൂര്യ എന്ന് പറഞ്ഞു വന്നു. അതായത് ആൾ ക്രിയേറ്റ് ആയിട്ട് ആ പേര് വന്നു. പോയി നോക്കാം. യെസ്, കറക്റ്റ് വന്നു. നമ്മൾ ഫോം ത്രൂ അഡപ്പ് ചെയ്ത് ഇനി അടുത്തത് ആര് കൊടുക്കാം? അടുത്തത് നമ്മൾ ആര്യ 54 ഫോൺ നമ്പർ, പ്ലേസ് ഏതാണ്? പ്ലേസ് ഏതെങ്കിലും ഒരു പ്ലേസ് കൊടുക്കാം. കോട്ടയം. ആര്യ. ഓക്കെ, ഇവിടെ ആര്യ വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇങ്ങനെ പേര് കാണുന്നതിന് പകരം നമുക്ക് ആ പേജിക്ക് തന്നെ നമുക്കൊരു സക്സസ് മെസ്സേജ് വിടാം. ഇന്ന ആൾ ക്രിയേറ്റ് ആയിക്കണം എന്നുള്ളതൊരു സക്സസ് മെസ്സേജ് വിട്ടാൽ അങ്ങനെ ഉണ്ടാവും. അതിനത്രേ ഉള്ളൂ. റീഡയറക്റ്റ് ചെയ്യണം ഇവിടുന്ന്. ഫോം ഫില്ലായതിനു ശേഷം, സക്സസ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ നടന്നതിന് ശേഷം കോഡ് ഇങ്ങനെ റണ്ണാവുക. മെത്തേഡ്ക്ക് വരുന്നു, അടുത്ത ലൈൻ എന്താ റണ്ണായി, ഇത് കംപ്ലീറ്റ് റണ്ണായി, ഇനി നെക്സ്റ്റ് ലൈൻ എന്താ, ഇങ്ങനെയാണ് കോഡ് റണ്ണാവുക. ഇവിടെ തൊട്ട് അടിക്ക് ഇങ്ങനെ റണ്ണാവും. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ റണ്ണാവുകയാണ്. അപ്പോൾ റിട്ടേൺ അടിക്കുക. റിട്ടേൺ റീഡയറക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, ഏത് റൂട്ടൊക്കെ റീഡയറക്റ്റ് ചെയ്യുന്നത് നോക്കുക. റൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്ക് എന്ന് കൊടുത്താൽ മതി. നമ്മൾ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ വന്നത് ഈ ഒരു ഫോം എന്നാണല്ലോ, അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അതിനോട് ബാക്ക് എന്ന് കൊടുക്കുന്നത്. ബാക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു സക്സസ് മെസ്സേജ് കൊടുക്കാം അല്ലേ? ബാക്ക് നമുക്കൊരു സക്സസ് മെസ്സേജ് കൊടുത്താലോ? ഓക്കെ, അതിനിങ്ങനെ കൊടുക്കുക, വിത്ത് എന്ന് ചെയ്തിട്ട് മെസ്സേജ് സ്റ്റുഡൻറ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇത്ര കൊടുത്താൽ മതി. ഇതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ പോയിട്ട് ബ്ലേഡിൽ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരത് അവിടെ എടുത്തോളും. ഓക്കെ, അതിന് നമ്മളിങ്ങനെ കോപ്പി എടുത്തിട്ട് ഓക്കെ, ക്രിയേറ്റ് പേജ് പോകുന്നു. സ്റ്റുഡൻറ്റിൻ്റെ താഴെ കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മളെന്താ ചെയ്ത്, ഈഫ് സെഷൻ മെസ്സേജ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിവിടെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ കാണിക്കണം? അലേർട്ട് സക്സസിൻ്റെ ഉള്ളിൽ കാണിക്കണം. ഇത് ബൂട്ട് സ്ട്രാപ്പാണ്. ഓക്കെ, അപ്പോൾ സെഷൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഷൻ മെസ്സേജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് വഴി ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് സെഷൻ മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജിൻ്റെ ഡാറ്റ എന്താണ്? ഇതാണ്. അതിവിടെ ബ്ലേഡ് കാണിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് നോക്കാം എങ്ങനെ പരിപാടി നടക്കുന്നതാണ്. ഒക്കെ സിമ്പിൾ കാര്യങ്ങളാട്ടോ. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി രാഹുൽ കണ്ടോ, സ്റ്റുഡൻറ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. സ്റ്റുഡൻറ്റ് ക്രിയേറ്റായി. നമ്മൾ എന്ത് ചെയ്തു? കൊടുത്ത സാധനം നേരെ റിവേഴ്സ് അടിച്ച് ബാക്ക് വന്നു. കണ്ടോ, അതായത് നമ്മളിവിടെ കൊടുത്തു സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ആയിട്ട് അടുത്തത് വർക്ക് ചെയ്ത് ബാക്കൊക്കെ പോകാമെന്ന്. എങ്ങനെ ബാക്കൊക്കെ പോകണം? വിത്ത് മെസ്സേജോട് കൂടി പോകണം. മെസ്സേജോട് കൂടി പോയി ആ മെസ്സേജ് ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞു. ഈഫ് ഉണ്ടെങ്കിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലോഡിൽ ഇത് കാണിക്കാത്തത്. ഇവിടെ ഇല്ല, ആ മെസ്സേജ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കണില്ല. ഇത് കൊടുത്തില്ലെങ്കിൽ ഇത് എപ്പോഴും എന്ത് ചെയ്യും? ഈ ഒരു അലർട്ടോടെ വന്നുകൊണ്ട് വെക്കും. നമുക്ക് നോക്കാം. ഇവിടെ ഇത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു സാധനം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റുഡൻറ്റ് ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങോട്ട് ക്രിയേറ്റ് പേജിലേക്ക് വന്നാലൊക്കെ അതിങ്ങനെ കാണിച്ചുകൊണ്ട് വെക്കും. ക്രിയേറ്റ് പേജിലേക്ക് എപ്പോൾ വന്നാലും ഇവിടെ അങ്ങനെ കാണിച്ചുകൊണ്ട് വെക്കും. കാരണം അതിൽ ഈ ഒരു റോ കാണിക്കണം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞേക്കുകയാണ്. പക്ഷേ ഈഫ് കൊടുത്താലേ അത് ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചുള്ളൂ, ഇല്ലെങ്കിൽ കാണിക്കണ്ടല്ലോ. അതിനാണല്ലോ ഈഫ് ഉപയോഗിക്കുന്നത്, കണ്ടീഷനാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. നമുക്ക് എന്ത് ചെയ്യാം? മനോഹർ എന്നും കൂടി എഴുതാം. സ്റ്റുഡൻറ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോം ത്രൂ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? റീഡ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇനി റീഡ് ഉണ്ട്, എഡിറ്റ് ഉണ്ട്, ഡിലേറ്റ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ സിമ്പിളായിട്ടും അതുപോലെ കുറച്ച് അത്യാവശ്യം എക്സാമ്പിൾ പറഞ്ഞും പോകണോണ്ടാണ് ഇത്രയും ലെങ്ത്ത് വരുന്നത്. കുഴപ്പമില്ല, നിങ്ങൾക്കത് ആവശ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യാം. 5-6 വട്ടം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്കിനി റീഡും കൂടെ പഠിക്കാം. ഓക്കെ.